മധുക്കര കാർ ആക്രമണ കേസിൽ 3 പ്രതികളെ കൂടി തിരിച്ചറിഞ്ഞതായി പോലീസ്. കവർച്ചാ സംഘം സഞ്ചരിച്ച വാഹനങ്ങൾ തമിഴ്നാട് പോലീസ് പിടിച്ചെടുത്തപ്പോൾ പരാതിക്കാരെ കേൾക്കാൻ തയ്യാറായില്ലെന്ന ആക്ഷേപത്തിൽ കുന്നത്നാട് പോലീസിനെതിരെ ആലുവ റൂറൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. റിപ്പോർട്ട് കാണാം ആദ്യം. നാട്ടിലേക്ക് വരികയായിരുന്ന പട്ടിമറ്റം സ്വദേശികളായ യുവാക്കളെ മുഖം മൂടി ധരിച്ചെത്തിയ കവർച്ചാ സംഘം മധുക്കരയിൽ ആക്രമിച്ച കേസിൽ കൂടുതൽ പ്രതികളിലേക്ക് നീങ്ങുകയാണ് പോലീസ്. ചിറ്റൂർ സ്വദേശികളായ ശിവദാസ്, രമേഷ് ബാബു, അജയ് കുമാർ, വിഷ്ണു എന്നിവരാണ് ഇതുവരെ അറസ്റ്റിലായത്. വിഷ്ണു സൈനികനുമാണ്. സംഘത്തിലുള്ള 3 പേരെ കൂടി മധുക്കര പോലീസ് തിരിച്ചറിഞ്ഞു. അക്രമികൾ സഞ്ചരിച്ച 3 കാറുകളും പിടിച്ചെടുത്തു. അറസ്റ്റിലായ ശിവദാസ് മുൻപ് മോഷണക്കേസിൽ പ്രതിയുമാണ്. ഇതിനിടെ മർദ്ദനത്തിനിരയായവർ നാട്ടിലെത്തി കുന്നത്തുനാട് പോലീസിനെ സമീപിച്ചെങ്കിലും സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സ്വീകരിച്ചില്ലെന്നാണ് പരാതി. വിഷയത്തിൽ എറണാകുളം റൂറൽ എസ്പിയുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷണം തുടങ്ങി. സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കും. വീഴ്ച കണ്ടെത്തിയാൽ കുന്നത്തുനാട് പോലീസിനെതിരെ നടപടി വരും. ശക്തമായ നടപടി വേണമെന്ന് പരാതിക്കാരും ആവശ്യപ്പെട്ടു. ഇത്ര സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ നാട്ടിൽ നടന്നിട്ട് അത് സ്വീകരിക്കാത്തതിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും SP സൂചിപ്പിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്നാലാണ് നാളെ മറ്റുള്ളവർക്ക് ഇത് ഗതികേട് വരാണ്ടിരിക്കുകയുള്ളൂ. കാരണം ഇതിന് തക്കതായ ഒരു നിയമം വേണമെന്നാണ് ഞാൻ പറയുന്നത്. കേരള തമിഴ്നാട് അതിർത്തിയിൽ ദേശീയപാത കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന ഹൈവേ റോബേഴ്സ് സംഘങ്ങൾ പലതുണ്ട്. ഇതിൽ ഉൾപ്പെട്ടവരാണ് പ്രതികളെന്നാണ് സംശയം. കുഴൽപ്പണം കൊണ്ടുവരുന്ന വാഹനമെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇവർ ആക്രമണം നടത്തിയെന്ന നിഗമനവും പോലീസിനുണ്ട്. നിലവിൽ അറസ്റ്റിലായവരെല്ലാം മലയാളികളാണ്. പ്രതികളെ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം കേരള തമിഴ്നാട് പോലീസ് യൂണിറ്റുകൾ നടത്തുന്നുണ്ട്. കൂടുതൽ പേർ ഉടൻ വലയിലാകുമെന്നാണ് അറിയുന്നത്. പാലക്കാട് നിന്ന് ഗോകുലിനും ക്യാമറമാൻമാരായ ബിനു പാവുമ്പയ്ക്കും മൽഘോഷിനുമൊപ്പം S ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. തീർച്ചയായും പോലീസ് ശക്തമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായി ഇത് മാറുകയാണ്. ഈ സംഭവത്തിന് ശേഷം പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവരൊക്കെ സ്ഥിരം കുറ്റവാളികളാണ്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഹൈവേകളിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള ദുരനുഭവങ്ങൾ ഒരുപാടുണ്ടായി എന്ന് മലയാളികളൊക്കെ തുറന്നു പറഞ്ഞ് നമ്മളെയൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണാൻ കഴിയില്ല. ജോർജ് ജോസഫ്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും ഒപ്പം തന്നെ ഈ ആക്രമണത്തിന് ഇരയായ കാർ ഓടിച്ച അസ്ലം സിദ്ദീഖ് കൂടി നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. ശ്രീ ജോർജ് ജോസഫ്, കാരണം ഈ സംഭവത്തിന് ശേഷം വരുന്ന വിവരങ്ങൾ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊറ്റപ്പെട്ട ഒരു സംഭവമല്ല. മലയാളികളെ സംബന്ധിച്ചോളം ഒക്കെ തന്നെ ഈ ഹൈവേകളിലൂടെ, പ്രത്യേകിച്ച് ഈ കൊച്ചി സേലം ഈ ഹൈവേയിൽ ഇത് ഒരു സ്ഥിരം പരിപാടിയാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ പൊട്ടിക്കലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കവർച്ചാ സംഘങ്ങൾ പല വാഹനങ്ങളെയും ലക്ഷ്യമിടുന്നു. നേരത്തെ തന്നെ കിട്ടുന്ന സിഗ്നൽ അനുസരിച്ച് അവർ ആക്രമണം നടത്തുന്നു. അപ്പോൾ എത്രത്തോളം ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ സംഭവിച്ചിരിക്കുന്നത്, ശ്രീ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും. കാരണം കേരളത്തിലെ പല പല സംഭവങ്ങളും ഉണ്ടായിട്ട് നമുക്കൊരു ക്ലൂ ഇല്ല. ഈ പൊട്ടിക്കൽ, അതുപോലെ എയർപോർട്ടിൽ വരുന്ന സ്വർണം അടിച്ചെടുത്തോണ്ട് പോവുക, ആ സ്വർണം കൊണ്ടുപോകുന്നവരെ വഴിക്കിട്ട് പിടിച്ച് അവരെ ഇതുപോലെ ഉപദ്രവിച്ചിട്ട് സ്വർണം കടത്തിക്കൊണ്ട് പോവുക, കുഴൽപ്പണം വരുന്നവരെ ഇതുപോലെ ഉപദ്രവിച്ച് കുഴൽപ്പണം കൊണ്ടുപോവുക. അങ്ങനെ വിവിധ തരത്തിലുള്ള ചെയ്സുകൾ കേരളത്തിൽ നടന്നു. ഞാൻ ഇപ്പോഴത്തെ ഈ സംഭവം തന്നെ ബാംഗ്ലൂർ നിത്യം ഇവിടുന്ന് ആൾക്കാർ പോയി വരുന്നുണ്ട് കാറിൽ. ഹൈവേ കൂടെ നമുക്കറിയാം, ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് അവർ ഒസൂർ വഴി അല്ലെങ്കിൽ അവർ പല റൂട്ടിലുണ്ട്. എങ്കിലും എല്ലാവരും കോയമ്പത്തൂർ വരുന്നവരുണ്ട്, മധുരൈ വരുന്നവരുണ്ട്, പല റൂട്ടിലും പോകും. ഈ ഹൈവേകളിലെല്ലാം ഇതുപോലെയുള്ള സംഘങ്ങൾ ഇതുപോലെ പിടിച്ചുപറിയും പലർക്കും പരിക്കേൽക്കുകയും ചെയ്തിട്ട് സംഭവങ്ങൾ ധാരാളമുണ്ട്. ഒന്നിനും ക്ലൂ ഇല്ല. ഇതിനകത്തൊരു പ്രത്യേകത നമ്മൾ കാണുന്നത്, ഇത് മലയാളി സംഘമാണ്, പാലക്കാടുള്ളവരാണ്. ഈ 4 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യൽ ഒരാൾ 9 വർഷം സൈനികനായിട്ട് ജോലി ചെയ്ത ആളാണ്. അയാളിപ്പോൾ ലീവിൽ വന്നിട്ടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പട്ടാളത്തിൽ നിന്ന് നോക്കി ഇതുപോലെയുള്ള റോബറി ഡക്കോയിറ്റ് നടത്തുന്ന വ്യക്തിയാണ് അയാൾ. കാരണം ആരെ കൊല്ലുന്നതിനും പിടിക്കുന്നതിനൊന്നും ഒരു മടിയും കാണുന്നില്ല നമ്മളവിടെ. ഇപ്പം തന്നെ ആ കുട്ടികൾ അവരെ, ആ സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ കാറുമായിട്ട് വന്നപ്പം കാറ് തട്ടിയതായിരിക്കും, സ്വല്പം സ്ലോ ചെയ്തിട്ട് 3 വാഹനങ്ങളാണ് അവരെ പിന്തുടർന്നിട്ട് അത് ഒരു വാഹനം ക്രോസ് ചെയ്തിട്ടിട്ടാണ് അവർ ഇറങ്ങിയിട്ട് ഇരുമ്പ് പടി കൊണ്ടങ്ങ് കാർ അടിച്ചങ്ങ് തകർക്കുകയാണ്. ആ പിന്നിൽ ഉറങ്ങിക്കിരുന്ന 2 ചെറുപ്പക്കാർ കിടന്ന് ഉറക്കം നിലവിളിക്കുന്ന നമ്മൾ കേട്ടു. ഏതായാലും കൂടെ ഇരുന്ന ആൾ പറഞ്ഞു, വണ്ടി എടുത്ത് വിടുമെന്ന് പറഞ്ഞ് തുറന്നിട്ട ആ പ്രതികളുടെ വാഹനത്തിൻ്റെ ഡോറ് അടിച്ച് തകർത്ത് ഇവർ മുന്നോട്ട് ജീവനും കൊണ്ട് ഓടി. അടുത്തുള്ള ടോൾ പാസ്സായി ചെന്ന് കഴിഞ്ഞാൽ അവിടെ വരെ ഇവർ പിന്തുടർന്നു. അവിടെ 2 പോലീസുകാരുണ്ടായിരുന്നുകൊണ്ടാണ് ഈ പിന്തുടർന്നത്. ഏതായാലും ഒരു ഗുണം കിട്ടി.
കാരണം പോലീസ് കണ്ടുപിടിക്കാത്ത ഒരു കാര്യം സിദ്ദിഖൊക്കെ കണ്ടുപിടിച്ചു. കാരണം അവർ എറണാകുളത്തെ പാലാലുവട്ടത്തെ അവർ ഒരു ഡിസൈനിങ് സ്റ്റുഡിയോയുടെ എക്യുപ്മെൻറ്റ് വാങ്ങിക്കാൻ പോയവരാണ്. അവരുടെ കാറിനകത്ത് അവർ ഡാഷ് ക്യാം വെച്ചിട്ടുണ്ട്, വളരെ ചെറിയ ഒരു ക്യാമറ. അതിനകത്ത് പ്രതികളുടെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന പിക്ചറും കാറിൻ്റെ നമ്പരും അവർ വടിവായിട്ട് വരുന്നവരും മുഖംമൂടി ധരിച്ചവരും എല്ലാം കൃത്യമായിട്ട് കണ്ടെത്തി. അതിനകത്ത് 4 പേരെ എന്തായാലും പാലക്കാട് രജിസ്ട്രേഷനുള്ള കേരള രജിസ്ട്രേഷനുള്ള വാഹനത്തിലെ ഫേക്ക് നമ്പർ ആയിരുന്നു. പക്ഷേ ആ ഫേക്ക് നമ്പർ പോലും അത്ര ലെജിബിൾ ആയിരുന്നില്ല. അതാണ് ഈ പാലക്കാട് സംഘത്തിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ഇതുമായിട്ട് നേരത്തെ മുതൽ പറയുന്നുണ്ട്, കേരള പോലീസ് അതിലോട്ട് ഇതുവരെ കടന്നിട്ടില്ല, CBIയും കിടന്നിട്ടില്ല. ബാലാഭാസ്കറിൻ്റെ വാഹനം ആ ഒരു മരണം അതൊരു ചേസായിരുന്നു. ആ ചേസ് ചെന്ന് വണ്ടി ചെന്ന് അതിൻ്റെ അവസാനം വണ്ടി ചെന്ന് ഇടിച്ചാണ് ബാലാഭാസ്കർ മരിച്ചത്. ആ വാഹനത്തിനകത്ത് അന്ന് ഗോൾഡ് കടത്തിയിട്ടുണ്ടാകാം, അതിൽ സംശയിച്ചായിരിക്കാം ചേസ് ചെയ്തത്. അത് കലാഭവനിലെ ഒരാൾ അതേപ്പറ്റി പറഞ്ഞിട്ട് അയാളെ പ്രതിയാക്കി എന്നല്ലാതെ ഇന്ന് വരെ അയാൾ പറഞ്ഞത് ആരും വിശ്വസിക്കും. ഞാൻ അന്നേ പറഞ്ഞു, അതിൽപ്പെട്ട 3 കാറ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ കാറ് തന്നെ റിലീസ് ചെയ്തിട്ടാണോ ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചതെന്ന് നോക്കണം. എങ്കിൽ ബാലാഭാസ്കറിൻ്റെ കേസിലേക്കും വിളിച്ച വീശും. കേരളത്തിലെ പല കോഴിക്കോട് അതുപോലെ നമ്മുടെ ഇവിടുത്തെ പല വിമാനത്താവളവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള തട്ടിപ്പും ഇതുപോലെ ആൾക്കാരെ ചേസ് ചെയ്ത് സ്വർണ്ണക്കടക്കാരെ ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് മറ്റൊരു സ്വർണ്ണക്കടയിൽ പോകുമ്പം അത് തട്ടിപ്പറിച്ച് ഒത്തിരി സംഭവങ്ങളുണ്ട്. ക്യാഷുമായിട്ട് പോകുന്നവരെ തട്ടിപ്പറിച്ചിട്ട് പലതും ആരാണ് ചെയ്തതെന്ന് ചില ആൾക്കാരെ നമ്മൾ ബുക്ക് ചെയ്യുന്നല്ലാതെ യഥാർത്ഥത്തിലുള്ളവരെ ഇതുവരെ അതിൻ്റെ കറക്റ്റ് റൂട്ടിൽ കൂടെ നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം തന്നെ ഇതൊരു നല്ല ഒരു ക്യാച്ചാണ്. ഏതായാലും അത് ആ സിദ്ദിഖിൻ്റെ ആ കാർ ഓടിച്ചവരുടെ മിടുക്കുകൊണ്ടാണ് കേരള പോലീസിന് അല്ലെങ്കിൽ തമിഴ്നാട് പോലീസിന് ഇവരെ കണ്ടെത്താനും അവരെ 4 പേരെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യാനും ആളെ തിരിച്ചറിയാനും പറ്റും. അതിലൊരു കള്ളനുണ്ട്. അതിനകത്ത് ഈ 4 പേരെ പിടിച്ചതിൽ മോഷണക്കാരനാണ് ഒരുത്തൻ. അവന് പട്ടാളക്കാരൻ വിഷ്ണുവിൻ്റെ ഒപ്പം ആ മോഷണക്കാരന് ശിവദാസനും അതുപോലെ രമേശ് ബാബുവും ജയകുമാറൊക്കെ ക്രിമിനൽസാണ്. അതിനകത്ത് ഈ രമേശ് ബാബുവിന് 33 വയസ്സ് പ്രായമുണ്ട്. അയാൾ ഏറ്റവും സീനിയർ അയാളാണ്. അതേസമയത്ത് ഈ പട്ടാളക്കാരനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് ഒരു കാര്യം, കാരണം ഈ ഹൈവേ പോലീസും പട്രോളിംഗ് ഒന്നും നടക്കുന്നില്ലേ ഇവിടെങ്ങളിലൊക്കെ? കാരണം ഇത് നേരത്തെയും ഉണ്ടായിട്ടുണ്ട്, പരാതി പോലീസിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം പോലീസിന് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ പോലീസ് എന്തുകൊണ്ട് ഇത് കണ്ണടയ്ക്കുന്നു? ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അപ്പോൾ നേരത്തെയൊക്കെ തലനാഴിഴയ്ക്ക് രക്ഷപ്പെട്ട ആളിലൊക്കെ ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ പരാതി ഇവരുടെയൊക്കെ കൈവശമുണ്ട്. അപ്പോൾ ഇതിലൊരു ജാഗ്രത എന്തുകൊണ്ട് കാണിക്കാതെ പോകുന്നു, കണ്ണടയ്ക്കുന്നു? ബോധപൂർവമാണോ അത്? അത് വിവരക്കേട് കൊണ്ടാണ് കാണിക്കുന്നതെന്ന് എൻ്റെ ഒരു ധാരണ. ഇപ്പം കുന്നത്തനാട് പോലീസ് അവിടെ നല്ലൊരു ഓഫീസർ ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ മൊഴി പകർത്തി അവിടെ ഒരു കേസ് എടുക്കുന്നതിന് എന്താ തടസ്സം? ആ മൊഴി എടുത്തിട്ട് ഇവിടെ അന്വേഷിക്കാം, മധുക്കര പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കാം. അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞ് ചിലപ്പം ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് അവിടെ ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ ഇതൊരു കണ്ടിന്യൂയിങ് ഒഫൻസാണ്. ഇത് ഇവിടെ പോയ സ്ഥലം മുതൽ അവിടം വരെ പോയി തിരിച്ചു വരുന്നിടം വരെ അവരുടെ യാത്ര അവസാനിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇൻ്റർസെപ്റ്റ് ചെയ്തത്. മധുക്കര പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല KG ചാവടി പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലും ഇതുപോലെ കുറേ സംഭവങ്ങളുണ്ടായിട്ട് ഇന്ന് വരെ അതിന് ക്ലൂ ഇല്ല. അതുകൊണ്ടാണ് ഇവർ ഡാഷ് ക്യാമിനകത്ത് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് ആൾക്കാരെ തിരിച്ചറിഞ്ഞിട്ട് നല്ലൊരു എവിഡൻസാണ്. ഒറിജിനൽ വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തു. കേരളത്തിലെ പല കേസുകൾക്കും തുമ്പില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്. ഇത് ട്രാക്ക് ചെയ്താൽ നമുക്ക് അവരെ കസ്റ്റഡി വാങ്ങിക്കാം. കേരള പോലീസിന് കസ്റ്റഡി വാങ്ങിക്കാം. അത് കുന്നത്തനാട് പോലീസ് ആയാലും ആലുവ റൂറൽ SP അത് കാര്യമായിട്ട് എടുത്തിരിക്കുന്നത് നല്ല കാര്യം. പല കേസിലേക്കും വെളിച്ചം വീശാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ തന്നെ അതാണ് ശ്രീ ജോർജ് ജോസഫ്. കാരണം ഈ സംഭവത്തോടു കൂടി ഇതിലെ ദൃശ്യങ്ങളൊക്കെ ആ യുവാക്കൾക്ക് ശേഖരിക്കാനായിട്ടും പോലീസ് കേസെടുത്തില്ല എന്ന് പറയുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ്. കുന്നത്തനാട് പോലീസ് സംബന്ധിച്ചോളം ഇത് ഒരുപാട് കണ്ണികളിലും ശൃംഖലയിലേക്കൊക്കെ തന്നെ പോകാവുന്ന വളരെ വിപുലമായ ഒരു കേസാണ്. കുന്നത്തനാട് പോലീസിന്റെ ഇത്തരത്തിലുള്ള അനാസ്ഥ ബോധ്യപ്പെടുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, കാരണം ഈ അപകടം ഈ സംഭവം പ്രതികൾ എത്തുമ്പോൾ 2 ഇന്നോവ, ഒരു എറ്റിയോസ്. അപ്പോൾ ഈ സംഘങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ഇവർ മാത്രമല്ല വലിയ ശൃംഖല ഉണ്ട് എന്നുകൂടി ബോധ്യപ്പെടുന്നതാണ്. ഒപ്പം ഈ സംഭവം എത്രത്തോളം ഒരുപാട് കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ്. കാരണം ഒരു 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഈ പോലീസ് കാര്യക്ഷമതയോടുകൂടി അന്വേഷിച്ചാൽ, കസബ പോലീസ് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായും ഒരുപാട് പേരെ വലയിലാക്കുകയും ഇതിൻ്റെ ചുരുളൊക്കെ ഒരുപാട് അഴിയുന്ന സംഭവമായി ഇത് മാറുമോ ശ്രീ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും നല്ലൊരു ക്രൈംബ്രാഞ്ചിൻ്റെ വെറ്ററൻ DYSP അന്വേഷിച്ചാൽ ഇത് തെളിയാനുള്ള കാര്യമുള്ളൂ. കാരണം ബാലാഭാസ്കറിൻ്റെ സമയത്ത് അന്ന് ഞാൻ പറഞ്ഞത് തൃശ്ശൂരിൽ നിന്ന് അങ്കമാലി വരെ അത് ചേസ് ചെയ്തിട്ടുണ്ട്. ആ ചേസ് കൂടിയിട്ടാണ് 100-110 കിലോമീറ്റർ സ്പീഡിൽ ബാലാഭാസ്കറിൻ്റെ വാഹനം വിട്ടുപോയത്. അത് തന്നെയല്ല അവിടെ മുതൽ വീണ്ടും
അവിടെ നിന്ന് അടുത്ത ടീമാണ്. ഇവർക്ക് ഇഷ്ടം പോലെ ടീമുണ്ട് എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ജില്ലകളിലും ഉണ്ട്. ഈ ഹൈവേയുടെ അടുത്തുള്ള എല്ലാ ജില്ലയിലും ക്രിമിനൽസ് ഉണ്ട്. അവിടെ തന്നെ എറണാകുളത്ത് ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ചപ്പോൾ അവിടെ വാടകയ്ക്ക് ഒരു വീടെടുത്തിട്ട് ഈ ക്രിമിനൽസിനെ ഒരാൾ താമസിപ്പിക്കുകയാണോ? അതിനൊന്നും വെളിച്ചം വീശിയിട്ടില്ല അധികം. അതിൽപ്പെട്ട 3 പേരെയാണ് 3 കാറാണ് പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷൻ പിടിച്ചെടുത്തത്. ആ കാറ് വിട്ടുകൊടുത്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ കാറ് തന്നെയാണ് ഈ ഗുണ്ടകൾ ഇപ്പം കൊണ്ടുപോയതെന്ന് നമുക്കറിയത്തില്ല, ഫേക്കായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ കേരള പോലീസ് ഒരു FIR എടുക്കണം. കുന്നത്തനാട് പോലീസിൽ അവർ പരാതി കൊടുക്കാൻ റെഡിയാണ്. അത് വെച്ചിട്ട് എടുത്തിട്ട് അത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കണം. ലോക്കൽ പോലീസിന് ഇതൊന്നും അന്വേഷിക്കാനുള്ള സമയം കിട്ടില്ല. ക്രൈംബ്രാഞ്ച് കൊടുത്തിട്ട് ഈ ഗ്യാങ്ങിനെ തീർച്ചയായിട്ടും വകവരുത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ആരാണ് ഇതിൻ്റെ ഫൈനാൻസ് ചെയ്യുന്നത്, ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമ്മൾ കണ്ടെത്താനുള്ള നല്ലൊരു അവസരമാണിത്. അത് നമ്മൾ ഒഴിവാക്കരുത്. കാരണം അവിടെ വെച്ചാണ് മേജർ ഇൻസിഡൻറ്റ് നടന്നെങ്കിലും ഇവിടെ അവർ രക്ഷപ്പെട്ടു വന്നവർ ഇവിടുത്തെ പ്രതികളാണ്, ഇവിടെ നിന്ന് പോയ ആൾക്കാരാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു കേസെടുത്ത് അതിൻ്റെ അവസാന ഘട്ടത്തിൽ അങ്ങോട്ട് കൊടുത്താലും കുഴപ്പമില്ല, അവർ ആ കേസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താലും കുഴപ്പമില്ല. അതിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ലീഗലായിട്ട്. അതേസമയത്ത് നമുക്ക് ഈ ഗ്യാങ്ങിനെ പിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ സ്വർണ്ണക്കടക്കാരുടെ എത്രയോ പേരുടെ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു, എത്ര പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. അത് തന്നെയല്ലേ എയർപോർട്ടിൽ നിന്ന് കരിപ്പൂരും അതുപോലെ ഇവിടുത്തെ നമ്മുടെ പല 2-3 ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പല സാധനങ്ങളും ഗോൾഡ് കടത്തിക്കൊണ്ട് വന്നത് തട്ടിക്കൊണ്ട് പോയ ഒത്തിരി കേസുണ്ട്. അതിലേക്കൊന്നും വിഷം വീശിയിട്ടില്ല. ഗുണ്ടകൾ തമ്മിൽ ഇതുപോലെയുള്ള ഗുണ്ടകൾ തമ്മിലുള്ള ആ ഒരു അറ്റാക്ക് വന്നിട്ടുണ്ട് കോഴിക്കോട് വെച്ച്. 6 പേര് പരസ്പരം കാറിടിച്ച് അവിടെ മരിച്ചിട്ടുണ്ട്. അതിലേക്കൊക്കെ വീണ്ടും വെളിച്ചം വീശുന്ന എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തണം. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള കാരണം ഇത് വളരെ വയലൻ്റായ ഗാങ്ങാണ്. അവർക്കൊന്നും ഒരു മനുഷ്യത്വമില്ല. അവിടെ 2 കുട്ടികൾ അതിൻ്റെ പുറകെ ഇരുന്ന് കരയുന്നുണ്ട സമയത്ത് കൊന്നുകളഞ്ഞേനെ അവർ. ഏതായാലും ആ സിദ്ദിഖ് ആ വണ്ടി അവിടുന്ന് ഡ്രൈവ് ചെയ്ത് അവരെ ഇടിച്ച് കൊന്നാലും വേണ്ടിൽ എടുത്തുകൊണ്ട് പോയത് കൊണ്ട് മാത്രമാണ് ഈ വിവരം വെളിയിലിട്ട് വന്നത്. അല്ലെ ഇതുങ്ങളെ തലയ്ക്കടിച്ച് ആ കമ്പിയോടിക്ക് ഓരോ തലയ്ക്കിട്ട് ഓരോ മുട്ട് കൊടുത്താൽ ഇവർ 4 പേരും രക്ഷപ്പെടത്തില്ല, അവർക്ക് മരണത്തിലോട്ട് പോകേണ്ടി വരും. അതിനൊരു ക്ലൂ ഉണ്ടാകത്തില്ല. പക്ഷേ ഇതിനകത്ത് ഇവരൊക്കെ ഈ ഡിസൈനിങ് സ്റ്റുഡിയോക്കാരൊക്കെ ആയതുകൊണ്ടാണ് അവർ കൃത്യമായിട്ട് ഈ ഡാഷ് കാം തീർച്ചയായും 10,000-20,000 രൂപ അങ്ങനെ എത്രയും വലിയ കാറ് മുടക്കുന്നവരെല്ലാവരും ഇതുപോലെയുള്ള ഡാഷ് കാം വെച്ചിരിക്കണം കാറിൽ. കാരണം റോഡിലെ വയലൻസ് കൂടുതലാണ്, അക്രമം കൂടുതലാണ്. ടൂർ പോകുന്നിടത്തായാലും ശരി, എവിടെ പോയാലും ശരി, മുന്നിലും പുറകിലൊക്കെ ഡാഷ് കാം വെച്ചാൽ വളരെ ചെറിയ മൈന്യൂട്ടായ ക്യാമറയാണ്. അതിനകത്ത് ഇതുപോലെയുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇതുപോലെ ബാംഗ്ലൂരും മദ്രാസും ബോംബെക്കൊക്കെ കാറിൽ പോകുന്നവർ ധാരാളം പേരുണ്ട്. കോയമ്പത്തൂർ, മധുര, അങ്ങനെ പോകുന്നവർ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഡാഷ് ക്യാം ആ വാഹനത്തിൽ വെച്ചിരിക്കണം. കാരണം രാത്രി കാലങ്ങളിലാണ് കൂടുതൽ ഓപ്പറേഷൻ. അതുതന്നെയല്ല, ഈ വരുന്നവർ പലരും ഇപ്പം പട്ടാളക്കാരനെ നമ്മൾ ആരെങ്കിലും സംശയിക്കുമോ? 9 വർഷം സർവീസ് ഉള്ളവനെ നമ്മൾ സംശയിക്കും. സേനയ്ക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന ഒരു രീതിയാണെന്ന് ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായ ആസൂത്രണം നോക്കൂ. ഈ സൈനിക ജോലി എന്ന് പറയുമ്പോൾ ശരാശരി വരുമാനം കിട്ടുന്ന വരുമാനമല്ല, അതിനപ്പുറത്തേക്ക് ഇത്തരം ഒരു ഗ്യാങ്ങുകളുമായി ചേർന്ന് കഴിഞ്ഞാൽ വലിയ രീതിയിൽ വരുമാനമുണ്ടാക്കാൻ കഴിയുന്നു. മാത്രമല്ല പിടിക്കപ്പെടില്ല എന്നൊരു തോന്നൽ. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് കാണും. നമ്മൾ പോലും അറിയാത്ത രീതിയിൽ അത്ഭുതപ്പെടുത്തുന്ന കണ്ണികളൊക്കെ ഉണ്ടാകും, അല്ലേ ശ്രീ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ടാണ് കൂടുതൽ തെളിച്ചു പറഞ്ഞത്. CBI അതൊരു ചേസായിട്ട് ഒരു ട്രാഫിക് ആക്സിഡൻ്റായിട്ട് ബാലാഭാസ്കറിൻ്റെ കരുതരുത്. കാരണം ആ ബാലാഭാസ്കറുമായിട്ട് ബന്ധപ്പെട്ട് ആ കലാഭവനിലെ അയാൾ പറഞ്ഞ അതൊക്കെ വളരെ കൃത്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം എന്നെ വിളിക്കുമ്പോൾ പറയുന്നുണ്ട്, പാലക്കാട്ടെ കാറിൻ്റെ നമ്പർ അയാൾ കണ്ട ഒരു ചുമന്ന കാറിന് നട്ട് 2 ഇന്നോവ കാറുമുണ്ട്. ആ കാറ് തന്നെയാണ് വേറെ നമ്പറിൽ പാലക്കാട് പിടിച്ച അവിടുത്തെ സർക്കിള് സൗത്തിലെയും പാലക്കാട് ടൗണിലെ 2 സർക്കിൾ ഇൻസ്പെക്ടർമാർ അത് പിടിച്ചു. ഞാൻ അവരെ അഭിനന്ദിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു മാതൃക എവിടെ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം അത് നല്ലൊരു പല കേസിനും തുമ്പുണ്ടാക്കുന്ന ഒരു ക്യാച്ചായിരുന്നു. അവർ കുറേയധികം വാഹനങ്ങൾ ഈ കങ്കമാലിക്കും അവർ തൃശ്ശൂരിന് ഇടയ്ക്ക് ആ ഗ്യാങ് വാടകയ്ക്കെടുത്ത് വാടകയ്ക്ക് കൊണ്ട് താമസിച്ച് ഫുഡ് കൊടുത്തിട്ടിരിക്കുന്ന ക്രിമിനൽസിൻ്റെ ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ട്. അവിടുന്ന് പിടിച്ചെടുത്ത വാഹനമാണ് അവിടെ കിടന്നത്. അതിന് ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയത്തില്ല. അവരൊക്കെ അവിടുന്ന് എന്നാലും കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനിടയ്ക്കാണ് അത് ഉണ്ടായത്. അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് DGP അതുപോലെ സംസ്ഥാന DGP ഇത് ശ്രദ്ധിക്കണം. കാരണം ഇതിനൊരു കേസ് കേരളത്തിൽ എടുത്തിട്ട് ഈ ഗുണ്ടകളെ നമുക്ക് ഒതുക്കണം. അതിനുള്ള സംവിധാനം കേരള പോലീസിനുണ്ട്. അത് പോലീസിന് മടങ്ങിയെത്താം. രാഗിൻ ഞങ്ങളുടെ പ്രതിനിധി ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടറാണ്. രാഗിൻ, ഇപ്പോൾ അന്വേഷണം ഏതുവരെ എത്തിയിട്ടുണ്ട്? കൂടുതൽ പേരിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള തുമ്പുകൾ ഈ പ്രതികളിലൂടെ ശേഖരിക്കാൻ കഴിയുമോ പോലീസിന്?
പ്രജിഷ, പരാതിക്കാർ പറയുന്നത് 10-ലധികം പേർ ഈ ആക്രമണത്തിന് ഉണ്ടായിരുന്നു എന്നതാണ്. അതായത് ഇവർ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഒരു വാഹനം വലതുവശത്തു കൂടി വരുന്നു, അത് മുന്നിൽ നിർത്തുന്നു. തൊട്ടടുത്ത വാഹനം ഇവർ സഞ്ചരിച്ച വാഹനത്തെ ഇടിച്ചാണ് നിൽക്കുന്നത്. പിറകിലും ഒരു വാഹനം ഉണ്ടായിരുന്നു. അതായത് കൃത്യമായിട്ടുള്ളൊരു ആസൂത്രണത്തോടു കൂടിയാണ് ഇവർ എത്തിയതെന്ന് വളരെ വ്യക്തമാണ്. 3 കാറുകളിലായാണ് ഇവർ വരുന്നത്. ഈ 3 കാറുകളിലായി ഏകദേശം 10-ലധികം പേരുണ്ടായിരുന്നു എന്നതാണ് മൊഴി. നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത് 4 പേർ മാത്രമാണ്. 3 പേരെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ കൂടി പിടിയിലാകാനുണ്ട്. എന്നാൽ മാത്രമേ ഈ 10 പേരോളം പിടിയിലായാൽ മാത്രമേ ഇതിലെ പൂർണ്ണ ചിത്രം വ്യക്തമാവുകയുള്ളൂ. നേരത്തെ പോലീസ് ഉൾപ്പെടെ പറയുന്നത് ഈ കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും ഈ വാളയാർ മുതൽ അല്ലെങ്കിൽ മധുക്കര ഉൾപ്പെടെയുള്ള ആ പ്രദേശങ്ങളിൽ അവിടെ ഈ ഹൈവേ റോബേഴ്സ് എന്ന് പറയുന്ന ചില ഗ്യാങ്ങുകൾ ഉണ്ടാകാറുണ്ട്. അതിൽ ഉൾപ്പെട്ടവരാണോ ഇവർ എന്ന സംശയമാണ് പോലീസിനുള്ളത്. എന്തായാലും ഇത്തരമൊരു ആക്രമണം, ആ ആക്രമണം സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. മധുക്കര പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവരാണ് ഇതിൽ പരിശോധന നടത്തുന്നത്. പക്ഷേ ഇതൊരു അതിർത്തി പ്രദേശം കൂടി ആയതുകൊണ്ട് കേരള പോലീസിന്റെ അടക്കം ഇടപെടലും സഹായവും ഈ ഇത്തരം സംഭവങ്ങളിൽ ആവശ്യമാണ്. അതുകൊണ്ട് ഈ ജോയിന്റ് ആയിട്ടുള്ള പരിശോധനകളൊക്കെ വരും കാലങ്ങളിൽ നടത്തണം എന്ന ആവശ്യമാണ് ഇതിലേക്ക് ഉയരുന്നത്. കാരണം ഒരുപാട് പേർ ഇത്തരത്തിൽ യാത്ര ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുംബൈയിൽ നടക്കം ഒരുപാട് പേർ വരികയും പോവുകയും ഒക്കെ സംസ്ഥാനത്തേക്ക് വരികയും അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ അവിടെ പോയി തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ രാത്രി കാലങ്ങളിൽ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകിച്ചും ഈ ട്രാഫിക് ഒക്കെ കുറഞ്ഞൊരു സമയവും കൂടിയായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഇത്തരം ആക്രമണങ്ങൾ നേരിടുക എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും നിലച്ചിരിക്കാതെയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അവിടുന്ന് രക്ഷപ്പെട്ടു പോരുന്നത് തന്നെ വലിയ സാഹസികമായി തന്നെയാണ്. ഈ കേസുകളിലാണെങ്കിൽ ഇങ്ങനെ ആക്രമണം നടക്കുന്നു, വേഗത്തിലെടുത്ത് പോരുകയാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 1-2 മിനിറ്റിനുള്ളിൽ അവിടുന്ന് കടക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞത് എന്നാണ് ഈ യുവാക്കൾ, പട്ടിമറ്റം സ്വദേശികളായിട്ടുള്ള യുവാക്കൾ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അത്തരം സംഭവങ്ങളടക്കമുണ്ട്. ഇത് ഏതെങ്കിലും ഒരു ഫാമിലിക്കൊക്കെയാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ നേരിടുന്നത്. യുവാക്കളായിട്ടുള്ള 4 പേരായിരുന്നു, അല്ലെങ്കിൽ ഫാമിലിക്കൊക്കെയാണ് ഇത് നേരിടുക എന്ന് പറഞ്ഞാൽ അവർ ഇത്തരത്തിൽ ജീവഹാനി വരെ സംഭവിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇതൊരു ഐ ഓപ്പണർ എന്ന നിലയിൽ പോലീസ് സേന 2 ജില്ലകളിലെയും പ്രത്യേകിച്ചും കോയമ്പത്തൂർ, അതോടൊപ്പം തന്നെ പാലക്കാട്, ഇവരൊക്കെ തന്നെ ഇത്തരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് വരും കാലങ്ങളിലെങ്കിലും ഇതിൽ നടപടി സ്വീകരിക്കേണ്ടതാണ്. എന്തായാലും പോലീസ് ഇപ്പോൾ കേരളത്തിലടക്കം പരിശോധന നടത്തുന്നുണ്ട്, മധുക്കര പോലീസ്. ശരി, രാഗിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ മലയാളികളായ യാത്രക്കാരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി ഇത് മാറുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ സംബന്ധിച്ചോളം ദേശീയപാതകളൊക്കെ വികസനം വരുന്നു, കൂടുതൽ പേരും ആശ്രയിക്കും ഇനി ഇത്തരം പാതകളെ. രാത്രിയിലൊക്കെ ആയാലും സൗകര്യം നോക്കിയാണ് കുടുംബമൊക്കെ തന്നെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ പണ്ട് ഈ ഗുണ്ടൽപേട്ട്, മൈസൂരിലൊക്കെ ഇത്തരം ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ സമാന്തരമായിട്ട് ഇത്തരം സംഘങ്ങൾ വ്യാപകമാകുന്ന ഒരു സ്ഥിതിക്ക് 2 സ്റ്റേറ്റിൻ്റെ കൂടി സഹകരണത്തോടുകൂടി കേരള പോലീസിൻ്റെ തികഞ്ഞ ജാഗ്രതയോടുകൂടി ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഒപ്പം യാത്രക്കാർക്ക് കൂടി നൽകാനുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം ശ്രീ ജോർജ് ജോസഫ്. അതെ, ഇത് ഈ ഒരു സംഭവത്തിൽ അവർ രക്ഷപ്പെട്ടു വന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും വിവരങ്ങൾ തന്നെ കിട്ടിയത്. നേരത്തെ നിങ്ങളുടെ നിർദ്ദിതി പറഞ്ഞ പോലെ ഇപ്പം ഒരു രാത്രിയിൽ നമ്മൾ നോക്കിയ ആയിരക്കണക്കിന് വണ്ടികളാണ് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്കും പല റൂട്ടിലേക്കും തിരിക്കുന്നത്. ആയിരക്കണക്കിന് വണ്ടി ഈ സേലം റൂട്ടിൽ കൂടെ തന്നെ വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ വഴികളെല്ലാം ഇതുപോലെയുള്ള ചെയ്സുകളുണ്ട്. ഒത്തുകിട്ടിയെങ്കിൽ മാത്രമേ അവർ കയറി വണ്ടി ബ്ലോക്ക് ചെയ്ത് അടിച്ച് അവർ ആളെ ഉപദ്രവിച്ച് അതിൻ്റെ അകത്തുനിന്നുള്ള കടത്തിക്കൊണ്ട് പോവുകയുള്ളൂ. അപ്പം പല കേസുകളും ഇനി തമിഴ്നാട്ടിൽ എത്ര കേസ് റിപ്പോർട്ട് നമുക്കറിയില്ല. എങ്കിലും ഇത് നമ്മുടെ ബോർഡർ പോലീസ് സ്റ്റേഷനാണ്. നമുക്ക് കേസെടുക്കാം, അവർക്കും കേസെടുക്കാം. അതുകൊണ്ടാണ് പറഞ്ഞാൽ ഞാൻ ഇവിടെ കേസ് എടുക്കണം, ഇത് ക്രൈംബ്രാഞ്ച് തന്നെ ടേക്ക് ഓവർ ചെയ്യണം, ലോക്കൽ പോലീസിനെ കൊണ്ട് കേസെടുത്ത് ക്രൈംബ്രാഞ്ച് ടേക്ക് ഓവർ ചെയ്യണം. നമുക്കിത് കണ്ടെത്തിയേ പറ്റുള്ളൂ. കാരണം അവർ 15ഓളം, നേരത്തെ സിദ്ദിഖ് പറഞ്ഞത് 15ഓളം ആൾക്കാരെ 3 കാർ, തീർച്ചയായിട്ടും അത്രയും കാണാനുള്ള സാധ്യത കൂടുതൽ. 12 പേര് ഏതായാലും ഉറപ്പാണ് ഓരോ കാരണം 3 വാഹനത്തിൽ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നവർ 2 പേരുണ്ട്, 6 പേര് അത് തന്നെ വന്നു. പിന്നിൽ 2 പേര് വെച്ച് കാണും. 12ഓളം പേരെ അവർ കണ്ടിട്ടുണ്ട്, അവരുടെ ക്യാമറയിൽ അത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 4, 3, 7 പേരേ ഉള്ളൂ. ഈ 7 പേരെ കേരള പോലീസ്, തമിഴ്നാടല്ല കേരള പോലീസ് കസ്റ്റഡി വാങ്ങണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കേസിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ തന്നെ ഇവിടെ സമാനമായ രീതിയിൽ ധാരാളം കേസുകളുണ്ടല്ലോ, ആരേക്ക് കസ്റ്റഡി എടുക്കാമല്ലോ നമുക്ക്. അതേപ്പറ്റിയും പോലീസ് ചിന്തിക്കണം. ഇത് നമുക്ക് ഒരു പാഠമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐ ഓപ്പണറാണ്. കാരണം
ഈ രീതിയിലുള്ള ക്രിമിനൽസ് കേരളത്തിൽ വളരെയധികം ആൾക്കാരുണ്ട്. അവരിലോട്ടൊന്നും നമുക്ക് തൊടാനേ പറ്റിയിട്ടില്ല. അതിന് പറ്റിയൊരു കേസ് നമുക്കിപ്പം കിട്ടിയിരിക്കുന്നു. ഇതിനകത്ത് പാലക്കാട് തന്നെയുള്ളവരാണ് ഇതിൻ്റെ മെയിൻ കൾപ്രിറ്റുകൾ. നല്ലപ്പള്ളിയിലുള്ളവരൊക്കെ ഉണ്ട്. ഞാൻ ഒത്തിരി കേസുകൾ അന്വേഷിച്ച സ്ഥലങ്ങളാണ് പാലക്കാട്. അപ്പം അവിടെയുള്ള കുറേ ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ അവർക്കെല്ലാം എങ്ങനെയാണ് ഈ വാഹനം ഇത്രയും വലിയ കോസ്റ്റ്ലി വാഹനങ്ങൾ അത് മിക്കവാറും ഹയർ ചെയ്തതായിരിക്കാൻ സാധ്യത കുറവാണ്. ഇവർക്കൊക്കെ സ്വന്തമായിട്ട് വാഹനമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പാലക്കാട് ആ സൗത്തിലും നോർത്തിലുമുള്ള ആ സർക്കിൾ ഇൻസ്പെക്ടറോട് ചോദിച്ചാൽ അവരെ അങ്കമാലിക്കും ഈ തൃശ്ശൂരിന് ഇടയ്ക്ക് കണ്ടെത്തിയ ആ വീട് വാടകയ്ക്കെടുത്ത് 10-20 പേരെ ക്രിമിനൽസിനെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. അവിടെ 5-6 വാഹനം കിടപ്പുണ്ട്. അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർക്ക് ഈ ക്രിമിനൽസിന്. അങ്ങനെ ഒരു പ്രൊഫഷണൽ ലൈനിലോട്ടാണ് ഇവർ സഞ്ചരിക്കുന്നത്. അത് പല സ്ഥലത്തും ഇവർ വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നടുവൊടിച്ചേ വിട്ടേ പറ്റുള്ളൂ. അതുകൊണ്ടൊരു കേസെടുക്കണം. കേസെടുത്തിട്ട് നമുക്കിവരെ എല്ലാവരെയും കസ്റ്റഡി വാങ്ങണം. അവരെത്ര കേസിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നണം. ഇതിനകത്ത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത പട്ടാളക്കാരനെ വന്നു കണ്ടിട്ടില്ല. അത് ഈ സിദ്ധിക്കുള്ളതുകൊണ്ടല്ലേ നമുക്കത് മനസ്സിലായി. അല്ലെ പട്ടാളക്കാരനെ രംഗത്ത് വരത്തില്ല, കൂടെയുള്ളവരോട്ട് പറയത്തുമില്ല മറ്റു പ്രതികൾ. അപ്പോൾ ഇതുപോലുള്ള കഥാപാത്രങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ബാലാഭാസ്കറിൻ്റെ കേസ് ഇത് നേരത്തെ പോലെ ഞാൻ പറഞ്ഞു പോകുന്നതാണ്. ധാരാളം സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ട് അതൊരു ചേസിൻ്റെ പരിധിയിൽ മോട്ടോർ വെഹിക്കിൾസുകാരും അതുപോലെ ലോക്കൽ പോലീസും കൊണ്ട് എത്തിച്ച് അതങ്ങ് ക്ലോസ് ചെയ്ത് പോകുന്നതാണ്. ഒരു മൈനർ ഇതിലോട്ടങ്ങ് പോകും. അത് ഇവർക്കൊരു വളവാണ്. അത് പാടില്ല. ഇവരെ എല്ലാവരെയും നമുക്ക് ബുക്ക് ചെയ്യണം. ഒരു 100 കണക്കിന് ആൾക്കാരുണ്ട് കേരളത്തിൽ ഇതേ പ്രൊഫഷനിലുള്ളവർ. അവർക്ക് മുഴുവൻ കാപ്പ ചുമത്തണം. അവർക്ക് അത് തന്നെയല്ല, അവരെ കസ്റ്റഡി വാങ്ങിച്ചിട്ട് ഇവർ ചെയ്തു പോയ പ്രവൃത്തികൾ. കാരണം 33 വയസ്സുള്ള ഒരുത്തനുണ്ടെങ്കിൽ 18 വയസ്സിൽ തുടങ്ങി 15 വർഷത്തെ സർവീസ് ഉണ്ട് അവന്. അപ്പോൾ അതൊന്നും നമുക്ക് അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അതൊന്നും നമുക്ക് ഇനി ഇത് പോർക്കാൻ കഴിയത്തില്ല. അതുപോലെ ആൾക്കാർ സഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് DGPയും ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ ക്രൈം ബ്രാഞ്ച് മേധാവികളും ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഇവരായിട്ട് ഈ കുട്ടികൾ അവിടെ പോയി വന്നവരെ ചോദ്യം ചെയ്യണം. കൂടുതൽ വിവരങ്ങൾ അവർക്ക് തരാനൊക്കെ എവിടെ മുതൽ ഈ വണ്ടി ചേസ് ചെയ്തു എന്ന് നമ്മൾ നോക്കണം. ഇത് ബാംഗ്ലൂർ മുതൽ ചേസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ റൂട്ട് നമുക്കറിയാം. ബാംഗ്ലൂരിൽ നിന്ന് ഒസൂർ വന്നിട്ട് പിന്നെ ധർമ്മപുരി വന്ന് ധർമ്മപുരിയിൽ നിന്ന് അവർ സേലത്ത് വന്ന് മധുരൈ വന്നിട്ട് കോയമ്പത്തൂർ വരികയാണ്. ആ റൂട്ട് എന്നിട്ട് പാലക്കാട്. അപ്പോൾ ആ റൂട്ട് തീർച്ചയായിട്ടും അവിടെ ആയിരക്കണക്കിന് വണ്ടി വരുന്നതുകൊണ്ട് ഇതൊന്നും ആർക്കും ഹൈവേ പെട്രോളിനൊന്നും കാരണം ഒന്നും തടയാനും പിടിക്കാനും എല്ലാം. തീർച്ചയായും വളരെ വ്യക്തമാണ്. വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ശ്രീ ജോർജ് ജോസഫ് പങ്കുവച്ചത്. എന്തായാലും ഈ മധുക്കര സംഭവം ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. യാത്രക്കാർ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. മാത്രവുമല്ല ഒരുപാട് കണ്ണികളെ ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടാൻ കഴിയുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ പോലും നിയോഗിക്കേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഇത് കാർ ഡ്രൈവർ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്ന അസ്ലം സിദ്ദീഖിയൊക്കെ ഇപ്പോൾ SP ഓഫീസിൽ വിവരങ്ങൾ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോലീസ് കൂടി നന്നായി കൈകാര്യം ചെയ്ത് കൂടുതൽ പ്രതികളെ പിടികൂടട്ടെ.